മോഹൻലാൽ സത്യനന്ദിക്കാട് കോമ്പിനേഷൻ എന്ന് പറയുന്നത് വളരെ സെലിബ്രേറ്റഡ് ആയിട്ട് ഒരു കോമ്പിനേഷൻ. അതായത് ഇപ്പൊ നാടോടിക്കാറ്റ് നോക്കുകയാണെങ്കിൽ പട്ടണപ്രവേശം, ടി ബാലഗോപാലൻ, ഇങ്ങനെ കുറെ സിനിമകളുണ്ട്. പക്ഷെ മമ്മൂട്ടി സത്യനന്ദിക്കാട് കോമ്പോ എന്ന് പറയുന്നത് ഭയങ്കര അണ്ടർറേറ്റഡ് ആയിട്ടുള്ള ഒരു കോമ്പോ ആണ്. സാധാരണ ഇതിൽ നമ്മൾ മമ്മൂട്ടി എന്ന് പറയുമ്പോൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഇമോഷണൽ ഡെപ്ത് ഉള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നു. പക്ഷെ സത്യനന്ദിക്കാടിന്റെ പടങ്ങളിലേക്ക് വരുമ്പോൾ മമ്മൂട്ടി വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് കോമഡി പറയുന്ന വളരെ ചില്ലായ സില്ലി ആയിട്ടുള്ള മമ്മൂട്ടി നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അർത്ഥം സിനിമയിലെ ബെൻ നരേന്ദ്രൻ. ഈ സിനിമ തുടങ്ങുന്നത് തന്നെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നരേന്ദ്രന് പ്രത്യേകിച്ച് കൂട്ടുകാരോ ബന്ധുക്കളോ ആരുമില്ല. അയാൾ ജീവിതത്തിൽ വളരെ ഹാപ്പിയാണ്. പക്ഷെ ഇയാൾക്ക് ജീവിതത്തിൽ ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് അയാൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു. ഇനി കളിക്കളത്തിലേക്ക് വരികയാണെങ്കിൽ അതൊരു മിനി റോബിൻഹുഡ് അല്ലെങ്കിൽ മല്ലു റോബിൻഹുഡ് വേർഷനാണ്. ഇയാൾ പൈസക്കാരെ പൈസ എടുത്ത് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നു. അതിന് കളന് പേര് പോലുമില്ല. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അത് എഴുതി വെച്ചിരിക്കുന്നത്. സത്യനന്ദിക്കാടിന്റെ പടങ്ങളിൽ പൊതുവെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വരുമെങ്കിലും ഈ സിനിമകളിലെല്ലാം കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ടുള്ള കോമൺ മാൻസ് വേൾഡ് നിൽക്കുന്ന തന്നെ എന്നാൽ യുണീക്ക് ആയിട്ടുള്ള മമ്മൂട്ടി ക്യാരക്ടേഴ്സിനെ നമുക്ക് കാണാം. കരൽക്കാട്ടിലെ നത്തനാരായണനൊക്കെ ക്ലാസിക് എക്സാമ്പിൾ, നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടേഴ്സിൽ ഒന്നായിട്ട് തന്നെ കണക്കാക്കണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ശ്രീധരന്റെ ഒന്നാം തിരുമുറിവിലെ ശ്രീധരൻ. പിന്നെ പല മീംസിലും നമ്മൾ ഉപയോഗിക്കുന്ന കുറെ സാധനങ്ങൾ, ഇപ്പൊ കാരക്കൂട്ടിൽ ദാസൻ ഫ്രം ഗോളാന്തര വാർത്ത, ഇതിൽ മമ്മൂട്ടിയും ശ്രീനിവാസും നമ്മൾ കോൺവെർസേഷനൊക്കെ വളരെ വളരെ രസകരമായിട്ടാണ് സത്യനന്ദിക്കാട് എടുത്തു വെച്ചിട്ടുള്ളത്. ആൻഡ് ഈ ഒരു കോമ്പിനേഷൻ ഭയങ്കര അണ്ടർറേറ്റഡ് ആണ്, സംശയമില്ല.